الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون صدق الله العظيم. പ്രിയ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുവാൻ ആദ്യമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുകയും കാരുണ്യം വർഷിക്കുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ അൽ ഹജ്ജ് എന്ന പേരിൽ ഒരു സൂറത്തും അതിൻ്റെ അവസാന ഭാഗത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ റുക്ഉ വസ്ജുദു മുഅ്മിനുകളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് വിശ്വാസികളോട് ആവശ്യപ്പെടുന്ന 2-3 കാര്യങ്ങളുണ്ട്. വളരെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട അള്ളാഹുവിൻ്റെ കൽപ്പനകളാണ് ഈ ആയത്തിലൂടെ വന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് വർക്കഉ വസ്ജുദു, നിങ്ങൾ റുകൂഉം സുജൂദും ചെയ്യണം. റുകൂഉം സുജൂദും ചെയ്യണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നിങ്ങൾ നമസ്കാരം നിർവഹിക്കണം എന്നാണ്. പിന്നീട് നമുക്ക് നമസ്കാരത്തെക്കുറിച്ച് അറിയാവുന്ന കാര്യമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മുഖ്യമായത് നമസ്കാരമാണ്. പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നത് നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അത്രയധികം പ്രാധാന്യമുള്ളതാണ് ഇബാദത്തുകളുടെ കൂട്ടത്തിൽ നമസ്കാരം. ഈ മുഖ്യമായ ഇബാദത്ത് പറഞ്ഞതിന് ശേഷം അടുത്ത കൽപ്പന വഅബ്ദു റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. ആദ്യം പറഞ്ഞത് നിങ്ങൾ റുക്കൂ ചെയ്യണം, സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇബാദത്തുകളുടെ ഏറ്റവും മുഖ്യമായ നമസ്കാരം നിർവഹിക്കണം. വീണ്ടും ആവർത്തിച്ച് പറയുന്നു വഅബ്ദു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നിങ്ങളുടെ രക്ഷിതാവിനെ അനുസരിച്ചുകൊണ്ട് രക്ഷിതാവിന്റെ കൽപ്പനകൾ ശിരസാ വഹിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പിലേക്ക് പോകണം. അതിന് സഹായകരമാണ് ആത്മാർത്ഥമായ നമസ്കാരമെന്ന് അള്ളാഹു ഇവിടെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം ഇബാദത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. മൂന്നാമത്തേത് വഫ്അലുൽ ഖൈറ, നിങ്ങൾ നല്ലത് ചെയ്യണം. വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങളാണ്. നമസ്കരിക്കണമെന്ന് പറഞ്ഞു, നിങ്ങളുടെ രക്ഷിതാവിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞു, മൂന്നാമത്തേത് നന്മ ഖൈർ ചെയ്യണം, നല്ലത് ചെയ്യണമെന്ന് പറഞ്ഞു.
ഞാൻ ആദ്യം മുതൽ പറഞ്ഞു വന്ന എല്ലാം നന്മകളാണ് എങ്കിൽ പ്രത്യേകിച്ച് ഇവിടെ നന്മകൾ എടുത്തു പറയുന്നതിന്റെ താല്പര്യം എന്ന് പറയുന്നത് നല്ല ശീലം നമുക്കുണ്ടാകും. നല്ല പ്രവർത്തനം ചിലപ്പോഴൊക്കെ നമ്മിൽ നിന്ന് വരാറുണ്ട്. അതിന് ശീലമെന്ന് പറയാറില്ല. നേരം പുലർന്ന് നാം എഴുന്നേറ്റാൽ ഉടനെ ബ്രഷും എടുത്ത് നമ്മൾ പല്ല് തേക്കുമെന്ന് പറയുന്നത് ആരും പറയാതെ ശീലിച്ച ഒരു ശീലമാണ്. അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്യും. അതിന് ശീലമെന്ന് പറയുന്നത് ആരും പറയാതെ, ആരും ഉപദേശിക്കാതെ, ആരും നിർദ്ദേശിക്കാതെ പ്രായപൂർത്തിയായ നമ്മളൊക്കെ നമ്മുടെ ഒരു ശീലത്തിൽപ്പെട്ടതാണ് രാവിലെ എണിച്ച് പല്ല് തേക്കൽ എന്ന് പറയുന്ന കർമ്മം. ഇതിന് ശീലമെന്ന് പറയും. ഇതേ രീതിയിൽ നല്ലത് ശീലിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരുപാട് നന്മകളുണ്ട്. നല്ലത് നിങ്ങൾ ശീലമാക്കണം എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. ചില നമ്മുടെ സഹോദരന്മാരെ സഹായിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. ആ നല്ല കാര്യം എന്റെ ശീലത്തിൽ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം കൃത്യമായി അതെ, എന്റെ ശീലമാണ് കൊടുക്കുക എന്ന് പറയാൻ മാത്രം നമ്മിൽ വളർന്നവരുണ്ട് എങ്കിൽ അല്ലാഹു പറയുന്നു, ലഅല്ലക്കും തുഫ്ലിഹൂൻ, തീർച്ചയായും നിങ്ങൾ നാളെ പരലോകത്ത് വിജയിക്കും. ഫലാഹ്, വിജയം സുനിശ്ചിതമാണ്. തീർച്ചയായും അള്ളാഹു നിങ്ങൾക്ക് വിജയം തരും എന്ന് പറയുന്നു. ഇവിടെ നല്ലത് ശീലമാക്കണം. കൊടുക്കൽ വാങ്ങലുകളിലുള്ള നല്ലതെന്താണ്? വാഗ്ദത്വം പാലിക്കുക. അത് നമ്മുടെ ശീലമാകണം. എന്താ ചെയ്യാ, നിവർത്തികേട് പറഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞ് ചെയ്യുന്നതിന് ശീലം എന്ന് പറയുകയില്ല. ശീലം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ആരും പ്രത്യേകം നിർദ്ദേശിക്കാതെ നമ്മിൽ നിന്നും വരുന്ന, സ്വാഭാവികമായും വരുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അതിനാണ് ശീലം എന്ന് പറയുക. ഞാൻ വെറുതെയെങ്കിലും ഒന്ന് നമുക്ക് ഓർമ്മിക്കുന്നതിന് വേണ്ടി സൂചിപ്പിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഇമാം വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫാത്തിഹ സൂറത്ത് അങ്ങ് ഓതി അവസാനിക്കുന്ന ആ കൃത്യമായ ശബ്ദം നമ്മൾ അറിയാതെ ആമീൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു. ഇന്നാള് പറയണം, ബാക്കിയുള്ളത് അത് ഇത് ഒന്നും വിഷയമല്ല. ശീലം ഇതേ രീതിയിൽ ഒരു ശീലമാകണം. നന്മകൾ നാം എന്ത് ചെയ്യണം? ശീലമാക്കണം. ബാധ്യത നിർവഹണം എന്ന് പറയുന്നത് എന്റെ ഒരു ശീലമാകണം. ഞാൻ ചില ബാധ്യതകളൊക്കെ നിർവഹിക്കുന്നുണ്ട്, അത് ശീലം എന്ന് പറയില്ല. ബാധ്യത നിർവഹണം എന്ന് പറയുന്നത് എന്റെ ഒരു ശീലമായിട്ട് എന്ത് ചെയ്യണം? മാറ്റണം. വിശുദ്ധ ഖുർആൻ ആ രീതിയിലാണ് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. നന്മയുടെ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ നിങ്ങൾ ശീലമാക്കണം. സദാചാരമുണ്ട്, കൊള്ളക്കൊടുക്കലുണ്ട്, കൊടുക്കൽ വാങ്ങലുകളുണ്ട്, കച്ചവടമുണ്ട്. ഇതിലൊക്കെ സത്യസന്ധത എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും പുലർത്തേണ്ടതല്ല. അത് ഒരു നമ്മുടെ ജീവിത രീതിയായി നാം എന്ത് ചെയ്യണം? കണ്ടെത്തണം. ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിയാൽ അല്ലാഹ് പറയുന്നു, ലഅല്ലക്കും തുഫ്ലിഹൂൻ, അല്ലാഹുവിന്റെ തൗഫീഖ് കൂടെ കിട്ടിയാൽ നിങ്ങൾ വിജയിക്കും എന്നത് സുനിശ്ചിതമാണ്. ഇവിടെ ഞാൻ എന്റെ വാക്കിൽ ആദ്യം പറഞ്ഞു പരലോകത്ത് വിജയിക്കുമെന്ന്. ഉറപ്പാണ്. ഇഹലോകത്തോ ഒരു പരീക്ഷണവും അള്ളാഹു നമുക്ക് നൽകുകയില്ല. അഥവാ നൽകിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് അതിജീവിക്കാനുള്ള തന്റെ ഇടവും അള്ളാഹു നമുക്ക് അതോടൊപ്പം തന്നെ നമുക്ക് തരും എന്ന് നാം മനസ്സിലാക്കുക. വളരെ ഏറെ സമയം ഒറ്റയ്ക്കൊറ്റയ്ക്കൊക്കെ പ്രാർത്ഥിക്കുന്ന ആളുകൾ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. ഒരുപാട് സമയം ഫർദ് നമസ്കാരം കഴിഞ്ഞാൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന നല്ല സഹോദരന്മാരുണ്ട്. നല്ല പ്രതീക്ഷയോടുകൂടെയാണ് എന്റെ പ്രാർത്ഥന, എന്റെ ആവശ്യം, എന്റെ നിവേദനം പടച്ചവനെ, കാരുണ്യവാനെ നീ അംഗീകരിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ പ്രാർത്ഥന അംഗീകരിക്കുന്നതിന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. മൻ അറാദ അൻ തുസ്തജാബ ദഅവതുഹു, മൻ അറാദ അൻ തുസ്തജാബ ദഅവതുഹു, നിങ്ങളുടെ പ്രാർത്ഥന അംഗീകരിക്കപ്പെടണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ട് എങ്കിൽ, വിചാരമുണ്ട് എങ്കിൽ,
വഅൻ തുക്ശഫ ഖുർബതഹു, നാം അകപ്പെട്ട അപകടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷിക്കണമെന്ന് നമുക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയുഫർരിജ് അൻ മുഅ്സിരിൻ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവന്റെ ബുദ്ധിമുട്ട്, കഷ്ടപ്പാട് അനുഭവിക്കുന്നതിന്റെ കഷ്ടപ്പാട് നിങ്ങളൊന്ന് നീക്കം ചെയ്തിട്ട് വരോ, നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കും. നമുക്ക് അറിയാത്തൊരു മേഖലയാണ്, അതെ, താല്പര്യമില്ലാത്തൊരു മേഖലയാണ്. പടച്ചവന്റെ മുമ്പിൽ കയ്യേന്തുന്ന നമ്മളോട് അള്ളാഹുവിന്റെ പ്രവാചകൻ, കാരുണ്യത്തിന്റെ പ്രവാചകൻ, ലോകത്തിന്റെ മാതൃകയായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്, നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ വഴി പറഞ്ഞു തരുകയാണ്. അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവന്റെ ബുദ്ധിമുട്ടുകൾ നീ മാറ്റിക്കൊണ്ട് എന്നോട് ചോദിക്ക്. അള്ളാഹ് പറയുന്നു, നിങ്ങൾക്ക് നിവൃത്തി ചെയ്തു തരും, ആവശ്യങ്ങൾ നിർവഹിച്ചു തരും, ആഗ്രഹങ്ങൾ സഫലമാക്കപ്പെടും. പക്ഷേ ചെയ്യേണ്ടത് നിങ്ങൾ ഇതാണ് എന്ന് സൂചിപ്പിച്ചാൽ അത് ഒരു നല്ല ശൈലിയാണ്. പുതിയ പുതിയ ജീവിത ശൈലികളൊക്കെ നാം പകർത്താറുണ്ട്. അതുപോലെ ഏറ്റവും നല്ല സുഹൃതമായ ഒരു ശൈലി എന്ന് പറയുന്നത് ഇതാണ്, ആളുകളുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കുക. നമ്മുടെ കാതിൽ അങ്ങനെ വല്ലതും വന്ന് കേൾക്കും. ചെയ്യാറുണ്ടോ? സ്വയം പ്രേരിതരായി എന്റെ മുമ്പിൽ കഷ്ടപ്പെടുന്ന ഒരുവന്റെ കഷ്ടപ്പാട് തീർക്കുന്നതിന് വേണ്ടി ഞാൻ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് ഇപ്പോഴും നാസ്തിയാണ് ഉത്തരമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന നിരർത്ഥകമാകുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുമ്പോൾ കണ്ടില്ല എന്ന് നടിച്ച് മുമ്പിലേക്ക് പോകരുത് എന്നാണ് സൂചിപ്പിക്കുന്നത്. നല്ല നല്ല മാതൃകയുണ്ട്, ഈ കാലഘട്ടത്തിലുമുണ്ട്, കഴിഞ്ഞ കാലഘട്ടത്തിലുമുണ്ട്. പാവപ്പെട്ട ജനങ്ങൾ കുടിവെള്ളത്തിന് ഉപയോഗിച്ചു കൊണ്ടിരുന്ന കിണർ ശത്രുക്കൾ കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടഞ്ഞു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ കിണറിന് എത്ര വിലയാണോ വേണ്ടത് എന്ന് ചോദിച്ചു. അവിടെ വില പേശലൊന്നുമില്ല. എത്രയാ വേണ്ടതെന്ന് ചോദിച്ചു. ഇത്രയാണെന്ന് പറഞ്ഞു. അത് മുഴുവൻ കൊടുത്തുകൊണ്ട് ആ കിണർ വാങ്ങിച്ചുകൊണ്ട് ആ പാവപ്പെട്ട ജനങ്ങളുടെ കുടിവെള്ളത്തിന്റെ പ്രശ്നം തീർത്തത് മദീനയിലാണ്. മദീനയിലാണ്. നമുക്ക് അങ്ങനെ വല്ല തോന്നലുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ എല്ലാ കാര്യങ്ങളിലും സുഭിക്ഷരാണോ? ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരില്ലേ? പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, ഒരുപാട് ദുരിതം വരുന്നവരുണ്ട്. നമുക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ അത് പരിഹരിക്കണമെന്ന ഒരു മനസ്സ് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മളിൽ ഒരു ശൈലിയായി വളർന്നിട്ടുണ്ടോ എന്നതാണ് നാം മുഖ്യമായി എന്നോടും നിങ്ങളോടും ചോദിക്കാനുള്ള ഒരു ചോദ്യം. അത് ഞാൻ എന്നോട് തന്നെയാണ് ചോദിക്കുന്നത്. ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് തരാൻ വേണ്ടി കാത്തിരിക്കുന്നു. അള്ളാഹു നമുക്ക് തന്നതനുസരിച്ച് നാം ഉപയോഗിക്കുകയാണെങ്കിൽ എന്നാണ് പറഞ്ഞു വന്നതിന്റെ ഏകദേശ ഉദ്ദേശം. ഇടയ്ക്ക് വായിച്ച ഒരു കഥയുണ്ട്. അമേരിക്കയുടെ ഒരു പട്ടണത്തിൽ വിദ്യുത് ശക്തിയൊക്കെ വരുന്നതിന് മുമ്പ്, ഇലക്ട്രിസിറ്റിയൊക്കെ വരുന്നതിന് മുമ്പ് ഉള്ള ഒരു കാലഘട്ടത്തിൽ ആ പട്ടണത്തിലൂടെ കാൽനടയായും വണ്ടിയിലും പോകുന്ന യാത്രക്കാർ രാത്രിയിൽ കുണ്ടും കുഴിയും അറിയാതെ അവിടെ വീണു പോകുന്നത് അവിടുത്തെ ഒരു ദരിദ്ര ബാലൻ അവന്റെ വീട്ടിൽ നിന്ന് കാണും. ദരിദ്രനാണ്, അവനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. അവനിങ്ങനെ ചിന്തിക്കുകയാണ്, നമുക്കൊരു വിളക്ക് കൊളുത്തി വെച്ചാലോ? ഒരു വലിയൊരു പട്ടണത്തിൽ, ആ പട്ടണത്തിന്റെ റോഡിന്റെ അരികിൽ താമസിക്കുന്ന ദരിദ്രനായ ഒരുത്തന്റെ കുടിലിന്റെ മുമ്പിൽ ഒരു വിളക്ക് കത്തിച്ചു വച്ചാലോ എന്ന് ആ ദരിദ്ര ബാലൻ ആലോചിക്കുന്നു. ആലോചന മുറുകിയപ്പോൾ അവൻ തീരുമാനിച്ചു, ഏതായാലും ഒരു വിളക്ക് കൊളുത്തി വെക്കാന്ന് വെച്ചിട്ട് എല്ലാ ദിവസവും മഗ്‌രിബ് കഴിഞ്ഞാൽ, മഗ്‌രിബ് വെച്ചാൽ സൂര്യാസ്തമയം കഴിഞ്ഞാൽ ഇരുട്ടാകുമ്പോൾ ഇവരെന്ത് ചെയ്യും? ഒരു വിളക്ക് കൊളുത്തി വയ്ക്കും. അപ്പൊ അവിടെ മാത്രം ചെറിയ ഒരു വെളിച്ചം, ബാക്കി എവിടെയും വെളിച്ചങ്ങളൊന്നുമില്ല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഈ കൊളുത്തി വെച്ച വിളക്ക് കണ്ട പരിസരത്തുള്ള വീട്ടുകാർ
അവരെല്ലാവരും അതുപോലെ ആരും പറയാതെ അവരൊക്കെ അവരുടെ വീടിന്റെ മുന്നിൽ ഓരോ വിളക്കുകൾ, ഓരോ തിരികൾ അവർ തെളിച്ചു വെച്ചു. അവസാനം നോക്കിയാൽ ആ പട്ടണത്തിന്റെ തെരുവീതികൾ വിളക്കുകൾ കൊണ്ട്, ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതുപോലെ അവിടെ മുഴുവനും വെളിച്ചമയമായിട്ട് എന്ത് ചെയ്യുന്നു? മാറുന്നു എന്ന് മാത്രമല്ല, ഈ പട്ടണം പിന്നീട് അറിയപ്പെടുന്നത് സഹോദര സ്നേഹമെന്ന അർത്ഥം വരുന്ന ഫിലഡൽഫിയ എന്ന പേരിലാണ് അമേരിക്കയിൽ ഈ പട്ടണം ഇന്നും അറിയപ്പെടുന്നത്. ഞാനിതിവിടെ സൂചിപ്പിച്ചത്, നമ്മളിലുള്ള ചില ആളുകളെങ്കിലും ഞാനിത് ചെയ്തിട്ട് എന്താകാനാ, ഒഴിവാക്കപ്പെടേണ്ട ചിന്തയാണത്. ഞാൻ എന്നെ കൊണ്ടാകുന്നത്, മലയാളത്തിൽ നല്ല പഴഞ്ചൊല്ലുണ്ടല്ലോ, അണ്ണാരെ കണ്ണനും തന്നാലായതെന്നും പറഞ്ഞത്. തന്നാലായതെന്തോ അത് അവൻ നിർവഹിച്ചപ്പോഴാണ് അത് കണ്ടുകൊണ്ട് ഒരു ഉപദേശവും ഒന്നുമില്ലാതെ തന്നെ അടുത്ത അയൽവാസികളൊക്കെ അതുപോലെ തിരിതെളിക്കാൻ അവർ സന്നദ്ധരായിട്ടുണ്ട് എങ്കിൽ ഒരു നഗരം മുഴുവനും പ്രകാശമയമാവുകയാണ്. ഒരു ചെറിയ ദരിദ്ര ബാലന്റെ മനസ്സിലുള്ള തേട്ടത്തിനനുസരിച്ച് അവർ പ്രവർത്തിച്ചത്. ഇല്ലായ്മ എന്നത് നന്മ ചെയ്യുന്നതിനോ നന്മ ശീലിക്കുന്നതിനോ തടസ്സമല്ല എന്ന് ഒരുപാട് സംഭവങ്ങളിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് ആരും ഇതിൽ നിന്ന് ഒഴിവാകാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ ഒക്കെ ഉണ്ടാകും. അതിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് മാറ്റാൻ കഴിഞ്ഞാൽ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, നാം ആവശ്യപ്പെടുന്ന അള്ളാഹുവിന്റെ അടുക്കുള്ള ആവശ്യങ്ങൾ അവൻ നിവർത്തി ചെയ്തു തരുമെന്ന് നമ്മളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ വഴിക്ക് ചിന്തിച്ചുകൊണ്ട് നല്ല ഒരു രീതി, നല്ല ഒരു ജീവിത ശൈലി നാം എന്ത് ചെയ്യണം? മാറ്റിയെടുക്കണം എന്നാണ് പറയുന്നത്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമിൽ ഉദ്ധരിച്ച, മുസ്ലിം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച ഒരു സംഭവമുണ്ട്. കേൾക്കാൻ നല്ല രസമുള്ള സംഭവമാണ്, അതിശയിപ്പിക്കുന്ന സംഭവമാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാവശ്യം ചോദിക്കുന്നു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമ. ഒരുപാട് ആളുകളുണ്ട് ഇതുപോലെ ഇരിക്കുന്ന. അതിന്റെ കൂട്ടത്തിൽ ഒരു ചോദ്യം ചെയ്യുന്നു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിം. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇന്ന് നോമ്പ് വെച്ചവരുണ്ടോ എന്ന് ചോദിച്ചു. ഒരു ചോദ്യം, അത്ര വലിയ മാർക്ക് കിട്ടുന്ന ചോദ്യമൊന്നുമില്ല. അപ്പൊ ഒരാള് അന എന്ന് പറഞ്ഞ് കൈപൊക്കി. അത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവാണ്. അത് കഴിഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ചോദ്യം, ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ. ഇന്ന് മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുത്തവരാരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചു. ഖാല അബൂബക്കർ അന. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇന്ന് ഒരു മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുത്തിട്ട് വരികയാണ്. അടുത്ത ചോദ്യം, മൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീനൻ. പാവപ്പെട്ടവന് ഭക്ഷണം നൽകിയവരാരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇതിനും അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഇന്ന് ഒരാൾക്ക് ഭക്ഷണം നൽകി. അടുത്തത് ചോദിക്കുന്നു, മൻ ആദ മിൻകുമുൽ യൗമ മരീദ. ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും രോഗസന്ദർശനം നടത്തിയവരുണ്ടോ? ഖാല അബൂബക്കർ അന എന്ന് പറഞ്ഞു, ഞാൻ രോഗസന്ദർശനവും നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കാണ്, മജ്തമഅന ഫിംറഇൻ ഇല്ലാ ദഖലൽ ജന്ന. ഈ ക്വാളിഫിക്കേഷൻ ഒരാളിൽ ഒരുമിച്ച് കൂടിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുക എന്ന് പറയുന്ന പ്രശ്നമേ ഇല്ല. അവൻ സ്വർഗത്തിന്റെ ആളാണ്. ആലോചിച്ച് നോക്കണേ, എത്ര നല്ല പ്രയോഗമാണ് ഇത്. അവിചാരിതമായ ഒരെണ്ണത്തിൽ പങ്കെടുത്തുന്നല്ല, ഇത് പറയാൻ കഴിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിത ശൈലി അതാണ്. അതായത് ജനങ്ങൾക്ക് മധ്യേ ജീവിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു മനസ്സ് അള്ളാഹുവിന്റെ പ്രവാചകൻ ആദ്യത്തെ ഖലീഫയ്ക്ക് വളർത്തിക്കൊണ്ടുവന്നു എന്നുള്ളതാണ്.
അവിചാരിതമായി ഒരു രോഗിയെ സന്ദർശിച്ചു, അവിചാരിതമായി ഒരു മരണത്തിൽ പങ്കെടുക്കുന്നില്ല. അവരുടെ നിത്യ സംഭവവും നിത്യരീതിയും അതായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത് സത്യവിശ്വാസികളുടെ ജീവിത ശൈലിയായിരിക്കണം, ലൈഫ് സ്റ്റൈലായിട്ട് തന്നെ എന്ത് ചെയ്യണം, മാറ്റാൻ നമുക്ക് കഴിയണം. ഇതൊക്കെ പറയാൻ ബാക്കവി നിങ്ങൾക്ക് വലിയ സുഖമാണ്, ഇതൊന്നും അത്ര എളുപ്പത്തിൽ നടക്കുന്നതല്ല എന്നൊക്കെ നിങ്ങൾക്ക് പ്രതികരിക്കാം. പ്രതികരിച്ചോളൂ, പക്ഷെ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രതികരിക്കാൻ കഴിയില്ല. സ്വർഗപ്രവേശനത്തിന് നോക്കൂ, പറയുന്നിടത്തൊക്കെ പറയുന്ന കാര്യം എന്താന്ന് ചോദിച്ചാല് മനുഷ്യരുടെ പ്രകൃതത്തിൽ അവർ അനുഭവിക്കുന്ന കഷ്ടനഷ്ടങ്ങളെ കണ്ടെത്തി അതിന് പരിഹാരം നടത്തുക എന്നുള്ളതാണ്. നമുക്ക് കണ്ണുണ്ട്, നാം കരയാറുണ്ട് സങ്കടത്തില്. ആർക്കു വേണ്ടി കരയും എന്ന് ചോദിച്ചാൽ എനിക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി കരയുന്ന ഒരു കണ്ണ് നമുക്ക് ഉണ്ടാകണ്ടേ? ഈ അള്ളാഹുവിന്റെ പ്രവാചകൻ വിതുമ്പിക്കരഞ്ഞത് മറ്റുള്ളവരുടെ പ്രശ്നത്തിലായിരുന്നു എങ്കിൽ എന്റെ കണ്ണുനീർ പൊഴിക്കേണ്ടതുണ്ട്. എന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരുടെ സങ്കടത്തിൽ എനിക്ക് കണ്ണീർ പൊഴിക്കാൻ കഴിയണം. നമ്മുടെ കണ്ണതിനാണ്. നമ്മുടെ മനസ്സിങ്ങനെ വേദനിക്കും. എനിക്ക് വല്ലാത്ത ബേജാറാണ് മൗലവി എന്നൊക്കെ നീയും പറയും. ഏത് വിഷയത്തിലാണ്? എനിക്കെന്തെങ്കിലും മാരകമായി ബാധിച്ചാൽ, എന്റെ കുട്ടികൾക്ക് ബാധിച്ചാൽ, എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് ബാധിച്ചാൽ എന്റെ മനസ്സിങ്ങനെ ചഞ്ചലമാവുകയാണ്, പേടിക്കുകയാണ്, ഒരുപാട് ദുഃഖമുണ്ട്. പക്ഷെ ഇതേ ദുഃഖം മറ്റുള്ളവർ അനുഭവിക്കുമ്പോൾ അവർക്ക് വേണ്ടി ദുഃഖിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അതാണ് ഒരു മുഅ്മിന്, മനസ്സാക്ഷിയുള്ള സത്യവിശ്വാസിയുടെ മനസ്സ്. തീർച്ചയായും ഈ മനസ്സ് നരകത്തിൽ പോവില്ല. ചില ആള് നരകത്തിൽ പോവില്ല എന്നാണ്. മറ്റുള്ളവരുടെ ആഗ്രഹത്തിന് വേണ്ടി, ആവശ്യത്തിന് വേണ്ടി, താല്പര്യത്തിന് വേണ്ടി കണ്ണുനീർ വാർത്താൽ ആ കണ്ണ് നരകം സ്പർശിക്കില്ല എന്ന് വെച്ചാൽ ആ കണ്ണിന്റെ ഉടമസ്ഥൻ സ്പർശിക്കില്ല എന്നാണ്. അതുകൊണ്ട് നാം ഒരു സാമൂഹ്യ ജീവി എന്ന രീതിയിൽ ഒന്നും കാണാതെ കേൾക്കാതെ വെറും നമസ്കാരവും അതുപോലുള്ള കാര്യങ്ങളുമായി മാത്രം പോകുന്ന ഒരു ശൈലി നമ്മുടെ കാരണവന്മാർ നമ്മളെ പഠിപ്പിച്ച ശൈലിയല്ല. ഞാൻ കാരണവന്മാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തൊട്ടു മുമ്പുള്ള ആളുകൾ എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. ഏറ്റവും ആദ്യത്തെ കാരണവന്മാർ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളാണ്. ആ കാലഘട്ടങ്ങളിലെ സച്ചരിതരായ സഹാബാക്കൾ അവർ നമ്മുടെ മാതൃകയാണെങ്കിൽ തീർച്ചയായും ആ രീതിയിലേക്ക് ചിന്തിക്കുന്നതിന് വേണ്ടി നാം ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.